നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് മെഴുക്കുവരട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റിയാൽ മതി റെഡിയാക്കി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ പാവയ്ക്കായും നമ്മുടെ അച്ചിങ്ങ പയർ, നീളം പയറും കൂടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പാവയ്ക്ക മെഴുക്ക് വരട്ടുമ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിളും കൂടെ മെഴുക്ക് വരട്ടാൻ പറ്റിയത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും കയ്പ്പ് വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോഴേ കടുകെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയേ. നേരത്തെയാണ് ഇതിൻ്റെ മണം പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ നമ്മൾ വറുത്ത് കോരുന്ന ഐറ്റംസിൽ ഇപ്പോഴും നമ്മൾ റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ മണം അത്ര അങ്ങോട്ട് വരത്തില്ല. ഇതുപോലെ നമ്മൾ മെഴുക്ക് വരട്ടി ചെറുതായിട്ട് വറുതളിച്ചാൽ മതിയാവുന്ന കറികളിലൊക്കെ നമ്മളിപ്പോൾ കടുകെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയേ. എണ്ണ ചൂടായിക്കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മെഴുക്ക് വരട്ടിയിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, പകരം വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അതിൻ്റെ അരിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എരിവാകും. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കായും പയറും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവേ. കാരണം നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ചുവ വരും. അപ്പം നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ഈ ചട്ടിയിൽ തന്നെ മീനും കൂടെ വറുക്കാം. അപ്പോൾ എളുപ്പമായിരിക്കും. കാരണം ഈ ചട്ടിയിൽ ഓൾറെഡി എണ്ണയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് മീൻ വറുത്തെടുക്കാനുള്ളതല്ലേ. എന്നിട്ട് ഞാൻ തലേ ദിവസമേ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 കഷ്ണം നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടി നമ്മൾ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കഴിയുമ്പം കുറച്ചും കൂടി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് വെളുത്തുള്ളി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഇതും നമുക്ക് മീൻ വറുത്തതും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറിയാണേ. പിന്നെ നമ്മൾ മീനിൽ മസാല എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ തേക്കുന്ന ആ ഒരു മസാല തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയും കൂടെ നന്നായിട്ട് മീനിൽ തേച്ച് പുരട്ടി വെച്ചിരുന്നതാണ്. അതാണ് വറുത്തെടുത്തത്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കടുകും കൂടെ പൊട്ടിച്ചിട്ട് 2 വറ്റൽമുളക് ഇതുപോലെ ഇങ്ങനെ നടുവനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ മെഴുക്ക് വരട്ടിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ തിരുമിയത്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയ കൊച്ചുള്ളി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് തിക്കായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചെറിയതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അത് കഴിയുമ്പം നമുക്ക് അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിന് ഉച്ചയൂണിൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.